പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേക്ക് മേക്കിംഗ് വീഡിയോ. സോ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. ഓക്കെ, നമ്മളിന്ന് ഒരു ഡ്രീം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇത് കഴിഞ്ഞതാണ്, എങ്കിലും നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് സക്സസ് ആവുകയാണെങ്കിൽ നമുക്കൊരു വലിയ ഡ്രീം കേക്കൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് കേക്കാണ്, ചോക്ലേറ്റിൻ്റെ. പിന്നെ പാല്, ബൂസ്റ്റ് കിട്ടിയില്ല, അതുകൊണ്ട് ഓളിക്സാണ് മേടിച്ചത്. പിന്നെ നമ്മുടെ ഓറിയോ, പിന്നെ 2 കൂട് ജെംസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഒരു കേക്ക് നമ്മളാ ഈ ഒരു പാത്രത്തിൽ ഒരു കിടിലൻ കേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് കിടക്കാം. കുറച്ച് നാൾക്ക് ശേഷമാണ്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓറിയോ പൊട്ടിച്ച് അതിൽ നിന്ന് ക്രീമും ഇതും വേറെ വേറെ ആക്കി നമുക്ക് മാറ്റാം. ആദ്യം നമ്മൾ ഏകദേശമൊക്കെ ക്രീമൊക്കെ മാറ്റി, ഫുള്ള് മാറ്റാൻ പറ്റിയിട്ടില്ല വെച്ചാൽ എല്ലാം പൊടിഞ്ഞു പോയതുകൊണ്ട് തന്നെ മാറ്റാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മൾ അത്യാവശ്യമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് ബിസ്ക്കറ്റ് മാത്രം മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പൊടിച്ച് ഒരു മീഡിയം ഇതാക്കും. എന്നാലേ നമുക്കിത് പാലൊഴിക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. ഗൈസ്, അപ്പം നമ്മളിത് പൊടിച്ച് ഏകദേശം ഇത്രയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാല് മിക്സ് ചെയ്ത് നമുക്ക് എന്തായാലും വെള്ളം പോലെ ക്രീം പോലെ ആക്കിയെടുക്കാം. നമുക്ക് പാല് പൊട്ടിച്ചൊഴിക്കാം. നമ്മൾ പാലൊഴിച്ചിട്ടുണ്ട്. ഇത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത്. ആ ചോക്ലേറ്റ് രൂപത്തിലേക്ക് നമുക്ക് എടുക്കണം. നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഡ്രീം കേക്കാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അല്ലാതെ വലിയ രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഒരു നാച്ചുറൽ ഡ്രീം കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം നമ്മളൊരു ക്രീമി രൂപത്തിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. ഒരു ഓറിയോ പാലുമായിട്ട് മിക്സാക്കി ഒരു ക്രീമി രൂപത്തിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇച്ചിരി കൂടി ഒന്ന് ഇതാക്കിയിട്ട് ഇച്ചിരി കൂടി പാലൊഴിച്ച് വൈറ്റ് കളറാക്കി എടുക്കാം. നല്ല കിടിലനായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സ്മൂത്തായിട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ കൊണ്ട് വെക്കാം. എന്നിട്ട് നമുക്ക് അതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. കേക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ജെംസ് പൊട്ടിച്ചിടാം. ഇത് അലങ്കാരത്തിന് വേണ്ടി മേടിച്ചുകൊണ്ട് വന്നതാണ് നമ്മൾ. അപ്പോൾ നമുക്കിനി കേക്ക് പൊട്ടിക്കാം, എന്നിട്ട് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ കേക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പം നമ്മളിങ്ങനെ എടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ബേസൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എടുക്കാമായിരുന്നു. പക്ഷെ നമ്മളിപ്പം കടയിൽ നിന്ന് തന്നെ നേരിട്ട് മേടിച്ചങ്ങ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കിത് ആദ്യം ഇങ്ങനെ ചുമ്മാ ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു അടുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ലാസ്റ്റ് ഒരു ഫിനിഷിങ് പരിപാടി ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആദ്യത്തെ ലെയർ നമ്മളൊന്ന് ജസ്റ്റ് ഇതാക്കിയെടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓരോരോ ചോക്ലേറ്റ് പതുക്കെ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ചോക്ലേറ്റ് ആദ്യം തന്നെ ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ചോക്ലേറ്റ് അല്ല, ഓറിയോ. ചെറിയ രീതിയിലൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് നന്നായിട്ട് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത്രയൊക്കെ ആദ്യം ചെയ്യാം. എന്നിട്ട് നമുക്കിനി ഇത് നമുക്ക് ചോക്ലേറ്റ് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെച്ച് കൊടുക്കാം. ഈ നടുക്കിടയ്ക്കൊരു ഇത് വരാൻ വേണ്ടി നമ്മൾ 2-3 ചോക്ലേറ്റ് ലെയർ വെച്ച് കൊടുക്കുന്നു. ഓക്കെ, അടുത്ത ലെയറിലേക്ക് കിടക്കാം. അടുത്ത ലെയർ ഞാൻ വെച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ പൊക്കത്തേക്ക്
ഗൈസ് നമ്മളിത് അവസാനത്തെ ആ ഒരു കേക്ക് ഫില്ലിങ് കഴിഞ്ഞു. ഇത് നമുക്ക് ഇതിനകത്തേക്ക് വീണ്ടും ചോക്ലേറ്റ് ഒഴിക്കാം. നമ്മൾ ഫുള്ളിനി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത് ലാസ്റ്റ് ആയതുകൊണ്ട് ലാസ്റ്റ് ഫില്ലിങ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മൂന്നാമത്തെ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. ഇതൊക്കെ പണ്ടായിരുന്നു, പിന്നെ ട്രെൻഡൊക്കെ പോയി. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താണ്. ഇനി നമുക്ക് കേക്ക് വീഡിയോ ഒക്കെ വേറെ ഇടാം. പിന്നെ വീഡിയോ കണ്ടൻറ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിത് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് ലാസ്റ്റ് ഇരിക്കുന്ന കുറച്ച് തെങ്ങിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ജെംസ് ലാസ്റ്റ് ഒരു കാര്യം ചെയ്യാം. ജെംസ് നമുക്ക് കുറച്ചിട്ടിട്ട് നമുക്കിനി മറ്റേ കാര്യം ചെയ്യാം. കളറാക്കാൻ വേണ്ടിയാണ് ജെംസൊക്കെ ഇടുന്നത്. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബൂസ്റ്റാണ് ഇതിനകത്ത് ഇടേണ്ടത്. പക്ഷെ ബൂസ്റ്റല്ല, കൊക്കോ പൗഡർ സംഭവമാണ് ഇടേണ്ടത്. ബൂസ്റ്റ് ഇടാറുണ്ട്, പക്ഷെ നമുക്ക് ബൂസ്റ്റ് കിട്ടിയിട്ടില്ല. ഹോളിക്സ് ആണ് കിട്ടിയത്. സാരമില്ല, നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ആ കളറ് വ്യത്യാസം വരും, അത്രേ ഉള്ളൂ. സാരമില്ല. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഏകദേശം നമ്മൾ പരിപാടി കഴിഞ്ഞില്ല. നോക്കൂ അല്ലേ. ഇത് നമുക്കിത് വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഫ്രീസറിൽ വയ്ക്കുക. എന്നിട്ട് നമുക്കിത് ഫ്രീസറിലല്ല, ഫ്രിഡ്ജ് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ട് ഇതായിട്ട് കുത്തുമ്പോൾ നമുക്കൊരു കട്ടിക്ക് കിട്ടാൻ വേണ്ടി വെക്കണം. പിന്നെ ഹോളിക്സ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ കുഴപ്പമാണ്. നമ്മൾ കടയിൽ ചെന്നപ്പോൾ ഹോളിക്സ് ബൂസ്റ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ആ ഹോളിക്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. സോ ഇനി നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റൊക്കെ നമുക്ക് ഇച്ചിരി കഴിഞ്ഞ് കഴിക്കാം. നമ്മളങ്ങനെ 5 മണിക്കൂറായിരുന്നു തോന്നുന്നു നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ വെച്ചതാണ്. ഇപ്പോൾ സമയം ഏകദേശം 12 മണിയൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് നേരെ എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് സാധനം എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഫ്രീസർ തുറക്കുകയാണ്. നമ്മുടെ സാധനം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഗൈസ് സാധനം നല്ല കണ്ടോ, തണുത്ത് നല്ല ഇതായിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തണുത്ത് ഇതായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് ഇനി തുറന്ന് നോക്കാം. തരാം, എന്താവുമെന്ന് നോക്കട്ടെ. വാവ്, നല്ല പറ്റി ഇതൊക്കെ ഇറങ്ങി പിടിച്ചിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഒന്ന് ഈ ടേസ്റ്റിംഗ് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നന്ദുവാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എടുത്തോ, അങ്ങനെ എടുക്കാതെ അങ്ങ് എടുക്കങ്ങ് കഴി. ഇങ്ങനെയുണ്ട്. നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ സാധനം ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ച് ഇവിടെ ആൾക്കാർക്ക് കൊടുത്തിട്ട് നമുക്ക് തീർക്കാം. പറയാനൊന്നുമില്ല, ഇതൊക്കെ കിട്ടുന്ന സാധനം. അപ്പം നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ നോക്കണ്ടോ, അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ കാണുന്നില്ലായിരുന്നു.